Hola, hello everyone. Hope you all are doing good. My name is Lali Joseph. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. Today, I'm going to teach you സിമിലർ വേർഡാണ് പക്ഷേ ഡിഫറെൻ്റ് മീനിങ് വരുന്ന സ്പാനിഷ് വേർഡ്സ് നോക്കാം. സി ജസ്റ്റ് SI സി അതിൻ്റെ അർത്ഥമാണ് ഇഫ് IF ഇഫ്. ഫോർ എക്സാമ്പിൾ, we will go if they invite us. If we will go ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഈ എന്ന ടു ഗോ എന്ന ഇൻഫിനിറ്റീവ് വെർബിൽ നിന്ന് അത് നമ്മൾ ഫ്യൂച്ചർ ആക്കുകയാണ്. ഇറേമോസ് എന്ന് പറഞ്ഞാൽ വി വിൽ ഗോ, ജസ്റ്റ് വൺ വേർഡ്. ഇറേമോസ് സി നോസ് ഇൻവിറ്റാൻ. നോസ് സ്റ്റാൻഡ് ചെയ്യുന്നത് വി അല്ലെങ്കിൽ അസ്. Iremos si nos invitan. We will go if they invite us. അപ്പോൾ സി ആ സി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സി മീൻസ് ഇഫ്. ഇനി വേറൊരു സി ഉണ്ട്, SI, പക്ഷെ മുകളിലൊരു ടിൽഡ ഉണ്ട്, ഒരു ആക്സന്റ് മാർക്കുണ്ട്. അപ്പോൾ അർത്ഥം കംപ്ലീറ്റ് മാറി. യെസ്, സി സ്ട്രെങ്ത് കൊടുത്തത് ഐയുടെ മുകളിൽ ആക്സന്റ് മാർക്കുണ്ട്. സി യെസ് വേണം. ഇവിടുത്തെ വെറും സി ഇഫ് സി യെസ്. has terminado, ഫോർ എക്സാമ്പിൾ നമ്മൾ has terminado എന്ന് ചോദിച്ചാൽ ഹാവ് യു ഫിനിഷ്ഡ്, പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ആൻസർ സി യെസ്, gracias, thanks. അല്ലെങ്കിൽ യെസ് ഐ ഹാവ് ഫിനിഷ്ഡ്. ഇവിടെ ആസ് terminado, ഹാവ് യു ഫിനിഷ്ഡ്. സി യെസ് ഐ ഹാവ് ഫിനിഷ്ഡ്. അപ്പോൾ ആസ് മാറിയിട്ട് എ terminado വരും, കാരണം സബ്ജക്റ്റ് പ്രോണൗൺ ഐ ഫിനിഷ്ഡ്. അപ്പോൾ എ വരും. അപ്പോൾ ഞാൻ ഈ സി കാണിക്കാൻ വേണ്ടിയാണ് സി യെസ്. എന്താ രണ്ട് സി പഠിച്ചില്ലേ, സിമിലർ. ഇവിടെയുണ്ട് ഈയുടെ മുകളിലൊരു ആക്സന്റ് മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഹി സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് യെസ് ബോയ്നോ ബുഎനോ ഹി എസ് മീൻസ് ES ആണ്. ഹി ഈസ് ഗുഡ്. യെസ് ബോയ്നോ ഹി ഈസ് ഗുഡ്. ഇനി വേറൊരു എൽ കൊടുത്തിട്ടുണ്ട്, EL ആണ്. അതിൻ്റെ മുകളിൽ ആക്സന്റ് മാർക്ക് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് EL. അവിടെ ടോട്ടലി അർത്ഥം മാറി. അതിൻ്റെ അർത്ഥമാണ് THE, ദി ടേബിൾ, ദി ചെയർ എന്ന് പറയത്തില്ലേ, ദി ബോയ്. അപ്പോൾ അത് മസ്കുലിൻ ഉള്ള ദി ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് എല്ലായിടത്തും മസ്കുലിൻ ആണെങ്കിലും ഫെമിനിൻ ആണെങ്കിലും നമ്മൾ ഒറ്റ ദി മാത്രമേ ഉപയോഗിക്കുള്ളൂ അല്ലേ. ദി ബോയ്, ദി ഗേൾ. സ്പാനിഷ് അങ്ങനെയല്ല, ദി ചേഞ്ച് ആവും. മസ്കുലിൻ ആണെങ്കിൽ എൽ എന്ന് പറയും, ഫെമിനിയൻ ആണെങ്കിൽ എന്ത് പറയും, ല എന്ന് പറയും. അപ്പോൾ ഇവിടെ ദി ബോയ് നമുക്ക് പറയാം അല്ലേ, ദി ബോയ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എൽ നീഞ്ഞോ. പെണ്ണാണെങ്കിൽ നമ്മൾ ലന്നീനോ എന്ന് പറയും, അതും ദിയാണ്. പക്ഷെ ഞാൻ ഇവിടെ വന്ന ഈ എല്ലിൻ്റെയും ഈ എല്ലിൻ്റെ ഡിഫറൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു എൽ ഹി, അടുത്ത എൽ ദി. ഇപ്പോൾ കോണ്ടാക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും ഏതെല്ലാം. പിന്നെ പ്രൊനൗൺസിയേഷൻ്റെ ഉണ്ട്. ഇവിടെ ഈ അപ്പോസ്ട്രോഫി ഈ ഒരു ടിൽഡ വന്നപ്പോൾ എൽ, വെറുതെ ഒരു ടിൽഡയില്ല, എൽ നീഞ്ഞോ. അടുത്ത പൊർക്കെ, ഇപ്പോഴും കേൾക്കാം സ്പാനിഷ്. പൊർക്കെ, രണ്ട് പൊർക്കയുണ്ട്. ഒരു പൊർക്കെ ഇങ്ങനെ ഒരു സ്പേസ് ഒന്നും ഇല്ലാണ്ട് PORQE, പൊർക്കെ. ബിക്കോസ് താഴെ ഇട്ടുണ്ട് ഞാൻ കുറച്ച് സ്പേസ് ഇട്ടിട്ടുള്ള പൊർക്കയാണ്. POR കഴിഞ്ഞിട്ടൊരു സ്പേസ് വന്നവിടെ. പിന്നെ QUEയുടെ മുകളിലൊരു
ഒരു ടിൽഡ ഉണ്ട്. ഇച്ചിരി എഴുതുമ്പം സൂക്ഷിക്കണം, വ്യത്യാസത്തിലാണ് എഴുതുന്നത്. പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പം നമുക്കത് ഡിഫറൻസ് പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പൊർക്കെ പൊർക്കെ. അപ്പം ഈ പൊർക്കെ എന്ന് പറയുമ്പോൾ ബിക്കോസ്. പൊർക്കെ ലോ ഡിഗോ, ബിക്കോസ് ഐ സേ സോ. ഡിഗോ എന്ന് പറഞ്ഞാൽ ഡെസീർ എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ് ഡെസീർ, ടു സേ. അത് ഐ സേ എന്ന് പറയുമ്പോൾ ഡീഗോ ആയിട്ട് മാറും ഡെസീറിൽ നിന്നുള്ള. അതാണ് ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇറ്റ് എന്ന് വരാം, സോ എന്ന് വരാം. അത് ഒരു പ്രോനൗൺ ആണ്, ഡെഫിനിറ്റ് പ്രോനൗൺ ആണ്, ഡിറക്റ്റ് പ്രോനൗൺ ആണ്. അപ്പം porque because I digo, just digo I say so, because I say so. എന്തുകൊണ്ട് നമുക്ക് പറയാം ബിക്കോസ് കഴിഞ്ഞിട്ടുള്ള. ഇനി നമ്മൾ ഈ പൊറക്കെയാണെങ്കിലോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. വൈ, WHY, വൈ. ഞാൻ ചോദിക്കാം വൈ ആർ യു ലാഫിങ്. ഞങ്ങൾ ചിലപ്പോൾ ലാഫ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ എൻ്റെ ടീച്ചിങ് കേട്ടിട്ട്. വൈ ആർ യു ലാഫിങ്? ¿Por qué te reís? ¿Por qué? Why? Are you laughing? Te means direct pronoun ആണ്. te, you നെ represent ചെയ്യുന്നതാണ്. Reís എന്ന് പറഞ്ഞാൽ reís ഒറ്റ വേർഡിൽ you laughing. reír എന്ന to laugh എന്ന ഒരു ഇൻഫിനിറ്റീവ് പ്രോനൗണിൽ നിന്നാണ് യു ലാഫ് എന്ന് പറയുമ്പോൾ യു സബ്ജക്റ്റ് പ്രോണൗണായിട്ട് വരുമ്പോൾ റൈസ് എന്ന് മാറുന്നത്. ഫ്രം റൈയർ ടു ലാഫ്. പൊർക്കെ തേ റൈസ്. ആളുകൾ നിങ്ങൾ നമുക്ക് ചിരിക്കുവാൻ നിങ്ങൾക്ക് ചോദിക്കാം വൈ ആർ യു ലാഫിങ്? പൊർക്കെ തേ റൈസ്. തേ റൈസ്, തേ മീ എന്ന് പറയാം. വൈ ആർ യു ലാഫിങ് അറ്റ് മീ? പൊർക്കെ തേ റൈസ്. പിന്നെ കോമോ. കോമോ 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 കുറേ കോമോ ആയിട്ടുണ്ടല്ലേ. സിവ എമോ കോമോ. കോമോ ഈ കൊമോ എന്ന് പറഞ്ഞാൽ ഐ ഈറ്റ്. അതായത് കൊമേർ എന്ന കൊമേർ ടു ഈറ്റ്. കൊമേർ എന്ന ഇൻഫിനിറ്റീവ് വെർബിൽ നിന്നാണ് ജസ്റ്റ് കൊമോ എന്ന് പറഞ്ഞാൽ ഐ ഈറ്റ്. ഈ കൊമോയുടെ ഇപ്പുറത്ത് ഐ ഉണ്ട്. ജസ്റ്റ് കൊമോ എന്ന് പറഞ്ഞാൽ മതി, ഐ ഈറ്റ് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ആ കൊമോ വേറെ ഒരു വ്യത്യാസമില്ലാത്ത ആ കൊമോയ്ക്ക് വേറൊരു മീനിങ് ഉണ്ട്, ആസ്. കൊമോ അമീഗ, ആസ് എ ഫ്രണ്ട്, ആസ്. പിന്നെ ഈ കൊമോ തന്നെ ലൈക്ക് ഉണ്ട്. അപ്പം ഈ കൊമോ ഈ മൂന്ന് കൊമോയും ഒരേപോലെയാണ്, ഒരു വ്യത്യാസവും. ഈ ലൈക്ക് എന്നൊരു അർത്ഥമുണ്ട്. ലൈക്ക് കൊമോ തു, ലൈക്ക് യു. como ella, like her, como él, like him, como like എന്നുള്ള അർത്ഥമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ സ്പാനിഷൊക്കെ പറയും como like ഇങ്ങനെ തിങ്ക് ചെയ്തെന്നൊക്കെ പറയും. como like എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഐ ഈറ്റ് ആസ് ലൈക്ക്, ഒരേ സ്പെല്ലിങ്, COMO, കൊമോ. ഓക്കെ. ഇനി വേറൊരു കൊമോയുടെ കൊടുത്തിട്ടുണ്ട്, ഓയുടെ മുകളിൽ ആക്സെൻ്റ് മാറ്റം. അപ്പോൾ അതിന് കൊമോ. അതിലാണ് ഹൗ. നമ്മൾ പഠിച്ചില്ലേ, ¿Cómo estás? How are you? Like, ¿cómo estás? ¿Cómo estás? ¿Estás ahora? You are. ¿Cómo? How are you? Like, see ഓയുടെ മുകളിൽ ആക്സെൻ്റ് മാർക്ക് വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരുന്നതാണ് ¿cómo? പിന്നെ cuando എന്നുള്ളത്. cuando, when I am alone. Cuando estoy solo, when I am alone. Estoy എന്ന് പറഞ്ഞാൽ I am. estar എന്ന വെർബിൽ ഇൻഫിനിറ്റീവ് എന്നാണ് estar. അതിൻ്റെ അർത്ഥം ടു ബി എന്നാണെങ്കിലും നമ്മളിവിടെ I am. ഐയുടെ കൊടുത്തിട്ട് ഈ estar കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ estoy വരും. പിന്നെ മെയിനായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നത് cuando, പിന്നെ cuandos ഉണ്ടാവും. cuandos ഇവിടെ tos ഇവിടെ cuando ഡിയാണ്. ഇപ്പം ക്വാൻറ്റോസ് എഴുതുമ്പം യുടെ മുകളിൽ ആക്സെൻ്റ് മാർക്കുണ്ട്. പിന്നെ ഇവിടെ ഡി മാറി ടോസ്. അതിനർത്ഥം ഹൗ മെനി എന്നാണ്. ഹൗ മെനി.
അപ്പോൾ ഇന്ന് കുറച്ച് സിമിലർ വേർഡ് ഡിഫറെൻറ്റ് മീനിങ് ആണ് പഠിച്ചത്. എല്ലാം നിങ്ങൾക്കത് കുറച്ച് മനസ്സിലായി വിചാരിക്കുന്നു. കൊമോ, എൽ എൽ, സി സി, പൊർക്കെ പൊർക്കെ, ക്വാന്തോ ക്വാന്തോസ്. അപ്പോൾ നമ്മുടെ ചെറിയ ക്ലാസ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ, അടുത്ത ദിവസം കാണുന്നത് വരെ ഹasta luego, adiós, bye.